മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി ഒരു വിഷുപ്പുലരി കൂടി അടുത്തെത്തിയിരിക്കുന്നു. സാധാരണയായി മേടം 1-നാണ് വിഷു ആഘോഷിക്കാറ്. എന്നാൽ ചില വർഷങ്ങളിൽ മേടം 2-ന് വിഷു ആഘോഷിക്കുന്നു. ഇത്തവണ, അതായത് 2026 വിഷു മേടം 2 ഏപ്രിൽ 15-നാണ് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ കാരണം ചിലരെങ്കിലും അറിയാത്തവരുണ്ടാകും. സൂര്യോദയത്തിന് മുൻപാണ് വിഷുക്കണി കാണുന്നത്. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷു നിശ്ചയിക്കുന്നത്. മേടം 1-ാം തീയതി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ സൂര്യോദയം കഴിഞ്ഞു വരുന്ന മേടവിഷു തൊട്ടടുത്ത ദിവസമാണ് ആചരിക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായ വിഷുവിനു പിന്നിൽ നിരവധി ഐതിഹ്യകഥകൾ കൂടിയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ നരകാസുരന് മേൽ വിജയം കൈവരിച്ച ദിവസമാണിതെന്ന് പറയപ്പെടുന്നു. സത്യഭാമയാണ് നരകാസുരനെ ജീവിപ്പിച്ചത്. ജീവൻ നൽകിയവന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ എന്ന വരവും നരകാസുരന് ലഭിച്ചിരുന്നു. പ്രത്യേക വരങ്ങൾ ലഭിച്ച നരകാസുരൻ അഹങ്കാരത്താൽ നാശം വിതയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ ഭഗവാൻ കൃഷ്ണൻ ഇടപെട്ട് സത്യഭാമയാൽ നരകാസുരനെ നശിപ്പിക്കുക തന്നെ ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ ഇടപെട്ട് അസുരശക്തിക്ക് മേൽ വിജയം നേടിയതുകൊണ്ടാണ് കണിയിൽ കൃഷ്ണന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ സൂക്ഷിക്കുന്നതിന്റെ കാരണം. വിഷുവിന് പിന്നിലെ മറ്റൊരു ഐതിഹ്യകഥ രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ കിഴക്ക് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലത്രേ. വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് ഒരിക്കൽ രാവണന് ഇഷ്ടമായില്ലത്രേ. ശ്രീരാമൻ രാവണനെ കൊന്നപ്പോൾ മാത്രമാണ് സൂര്യദേവന് വീണ്ടും കിഴക്ക് നിന്ന് ഉദിക്കാൻ അനുവാദം ലഭിച്ചത്. ഈ സന്തോഷം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് വിഷു ആഘോഷം എന്നും പറയപ്പെടുന്നു. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് പൊൻകണിയായി ഉരുളിയിൽ ഒരുക്കുന്നത്. ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. അതിൽ സമൃദ്ധിയുടെ പ്രതീകങ്ങളായ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂക്കുല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, സ്വർണം, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ മാമ്പഴം, ചക്ക തുടങ്ങിയ കിട്ടാവുന്ന പഴവർഗ്ഗങ്ങളെല്ലാം. ഓട്ടുരുളിക്കടുത്ത് ഈശ്വര സാന്നിധ്യമായ ശ്രീകൃഷ്ണ വിഗ്രഹവും ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൂടി കത്തിച്ചു വെക്കുന്നതോടെ ഐശ്വര്യ സമൃദ്ധമായ വിഷുക്കണി ഒരുങ്ങി.